നമസ്തേ. പുതിയ കേരള സർക്കാരിന് വലിയ ഒരു തലവേദന ഉണ്ടാക്കി വെച്ചതാണ് വിഴിഞ്ഞം പോർട്ടിലെ ഈ ഷെയർ കച്ചവടം. സത്യത്തിൽ ഈ ഷെയർ കച്ചവടം നടന്നോ അതോ ചർച്ച ചെയ്തിട്ടേ ഉള്ളൂ എന്ന വ്യക്തമായ ഒരു പിക്ചർ ഇനിയും മുഖ്യമന്ത്രി ഒരു വാർത്താ സമ്മേളനം നടത്തി പറഞ്ഞിട്ടില്ല. അതിനു പകരം ദേശാഭിമാനിയിൽ വന്ന വാർത്തയും അല്ലെങ്കിൽ മറ്റുള്ള വാർത്തകളെ പറ്റി വിശദീകരിക്കുകയോ അതിനെ കുറ്റം പറഞ്ഞുകൊണ്ട് എന്തൊക്കെയോ കളിയാക്കി സംസാരിക്കുകയോ മാത്രമേ മുഖ്യമന്ത്രി ചെയ്തിട്ടുള്ളൂ. എന്താണ് ഇവിടെ സത്യമായ അവസ്ഥ എന്ന് പറയാനുള്ള ബാധ്യത മുഖ്യമന്ത്രിക്കുണ്ട്. അത് മുഖ്യമന്ത്രി ചെയ്യുന്നില്ല. അതാണ് ഇവിടുത്തെ ഇപ്പോഴുണ്ടാക്കിയിരിക്കുന്ന ഈ മുഴുവൻ സംശയങ്ങൾക്കും കാരണം. കൂടാതെ നിയമസഭയിൽ ഭരണകക്ഷിയും പ്രതിപക്ഷ കക്ഷികളും തമ്മിൽ വാക്ക് തർക്കങ്ങളും ഇത് എല്ലാം കൂടി ആയപ്പോൾ ജനത്തിന് തന്നെ സംശയമുണ്ടാക്കുന്ന രീതിയിലുള്ള ഒരു സിറ്റുവേഷനാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. ഇവിടെ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം. അദാനി പോർട്ട് എന്ന് പറയുന്നത് ലിസ്റ്റഡ് സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ലിസ്റ്റഡ് കമ്പനിയാണ്. അവർക്ക് അവരുടെ ഒരു ഷെയർ നെഗോഷിയേഷൻ നടത്തി കച്ചവടം ചെയ്യാൻ പോകുന്നുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും സെബിയെ അറിയിക്കണം. അത് നിയമമാണ്. ആ സെബിയെ അത് അറിയിച്ചില്ലെങ്കിൽ അദാനി എന്ന പോർട്ട് കമ്പനി ആ ലിസ്റ്റിൽ നിന്ന് തന്നെ എടുത്തു കളയും. അവർക്ക് അവരുടെ ഷെയറിൻ്റെ വാല്യൂ കൂട്ടുന്ന തരത്തിലുള്ള ഒരു മൂവ്മെൻറ്റ് വരുമ്പോൾ, അതായത് $1.5 ബില്യൺ ഒരു ഡീല് വരാൻ പോകുന്നത് അവർക്ക് നിയമപരമായിട്ട് സെബിയെ അറിയിക്കുക എന്ന ഒരു ചടങ്ങ് മാത്രമേ അദാനി ഇപ്പോൾ ചെയ്തിട്ടുള്ളൂ. അതവർ ചെയ്തിട്ടില്ലെങ്കിൽ, അതായത് LODR നിയമപ്രകാരം ഇത് വളരെ നിർബന്ധമായ ഒരു കാര്യമാണ്. അതായത് ഒരു ഷെയർ വിൽക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു ഷെയർ കൂട്ടുമ്പോൾ ആ ലിസ്റ്റഡ് കമ്പനി തീർച്ചയായിട്ടും സെബിയെ നിയമപരമായിട്ട് അത് അറിയിച്ചിരിക്കണം. തീരുമാനം പിന്നീടാണ്. ഇവിടെ തീരുമാനം എടുക്കേണ്ടത് അദാനി പോർട്ട് എന്ന് പറയുന്ന കമ്പനിയോ അല്ലെങ്കിൽ ഇത് വാങ്ങാൻ വരുന്ന കമ്പനിയോ ഒന്നുമല്ല. ഇതിൻ്റെ പൂർണ്ണമായിട്ടുള്ള തീരുമാനം എടുക്കേണ്ടത് കേരള സർക്കാർ തന്നെയാണ്. അതിന് യാതൊരു സംശയവുമില്ല. അത് എന്തുകൊണ്ട് ഇവിടെ വ്യക്തമായിട്ട് നമ്മുടെ മുഖ്യമന്ത്രി പറയുന്നില്ല? അതാണ് ഇവിടുത്തെ കുഴപ്പം. ഇനി ഞാൻ മനസ്സിലാക്കുന്നത് കേരള സർക്കാർ ഈ മന്ത്രിസഭ വരുന്നതിന് മുന്നേ തന്നെ ഈ ചർച്ചകളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ആ ചർച്ചയുടെ തുടർ നടപടി എന്ന നിലയ്ക്ക് കേരളത്തിൻ്റെ ചീഫ് സെക്രട്ടറിയും ഫിനാൻസ് സെക്രട്ടറിയും പോർട്ട് സെക്രട്ടറിയും ഒക്കെ അടങ്ങിയ ഒരു കമ്മിറ്റി ഇതിനെക്കുറിച്ച് വളരെ വിശദമായിട്ട് പഠിച്ച് റിപ്പോർട്ടുകൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഈ സമയത്തായിരിക്കാം ചിലപ്പോൾ ഈ മന്ത്രിസഭയുടെ മാറ്റമൊക്കെ ഉണ്ടായത്. എന്നാൽ പോലും അത് ആരും ഇവിടെ ഭരിച്ചാലും തന്നെ ഈ ഓഹരി കൈമാറ്റം ചർച്ച ചെയ്ത് ഈ പോർട്ടിൻ്റെ എല്ലാതരം നടത്തിപ്പുകളും അതിൻ്റെ മറ്റുള്ള സാങ്കേതിക പ്രശ്നങ്ങൾ, അതായത് അവിടെയുള്ള മറ്റുള്ള നിയമവശങ്ങളും ഒക്കെ പഠിച്ച് ഒരു ശരിയായ റിപ്പോർട്ട് ഈ കമ്മിറ്റി കേന്ദ്ര സർക്കാരിലെ ആഭ്യന്തര വകുപ്പിനും പോർട്ട് വകുപ്പിനും അയച്ചു കൊടുക്കും. അവിടെ നിന്നാണ് ഇത് വ്യക്തമായിട്ടുള്ള ഒരു അപ്രൂവൽ ഉണ്ടാക്കിയിട്ട് ഇത് തീരുമാനമാവുകയുള്ളൂ. ഇങ്ങനെയൊക്കെ കാര്യങ്ങൾ നിൽക്കുമ്പോഴാണ് അനാവശ്യമായിട്ട് കേരളത്തിലെ, അതായത് ലോകത്തിൽ തന്നെ ശ്രദ്ധിക്കാൻ പോകുന്ന വലിയ ഒരു ഇൻ്റർനാഷണൽ പോർട്ടിനുള്ള, അതായത് ദൈവം തന്നിരിക്കുന്ന ഒരു വരദാനമായിട്ട്, അതായത് എയർപോർട്ടുകളിൽ ലോകത്തിൻ്റെ തന്നെ ശ്രദ്ധാകേന്ദ്രം അല്ലെങ്കിൽ ലോക എയർപോർട്ടുകളിലെ കേന്ദ്രമായിട്ട് ഇന്ന് അറിയപ്പെടുന്നത് ദുബായ് ഇൻ്റർനാഷണൽ എയർപോർട്ടാണ്.
അതുപോലെ തന്നെ അതിലും വലിയ ഒരു സംഭവമായിട്ട് മാറാനുള്ള എല്ലാതരം ഭൂപ്രകൃതിയും ഒക്കെ നിലനിൽക്കുന്ന ഈ വിഴിഞ്ഞം പോർട്ട്, അതായത് കേരളത്തിന് ദൈവം തന്ന ഒരു വരദാനമാണ്. അത് ശരിയായ രീതിയിൽ ഉപയോഗിക്കാനുള്ള സാഹചര്യങ്ങൾ ഇവിടെ ഉണ്ടാക്കണം. കഴിഞ്ഞ കുറേ കാലങ്ങളായിട്ട് ഇതിനെക്കുറിച്ച് ചർച്ച ചെയ്തിട്ടുണ്ട്, ഒന്നും തന്നെ ചെയ്തിട്ടില്ല. ഇപ്പോൾ ഈ 12 കൊല്ലം BJP വന്നതിന് ശേഷമാണ് ഈ വിഴിഞ്ഞം പോർട്ട് ഇപ്പോൾ ഓരോ പടിയായി മുന്നോട്ട് വരുന്നത്. ഈ സമയത്ത് ഇതിൻ്റെ ഫുൾ അധികാരവും നിർമ്മാണ ഓപ്പറേഷൻ കാര്യങ്ങളും മുഴുവൻ 2014 അല്ലെങ്കിൽ 2015 അദാനിയുമായിട്ട് കരാറിൽ അന്നത്തെ കേരള സർക്കാർ ഒപ്പിട്ടുകൊണ്ടാണ് ഇതിൻ്റെ പ്രവർത്തനം തുടങ്ങുന്നത്. അന്ന് കേരള സർക്കാർ ഒരു 5000 കോടി അതിൽ ഇൻവെസ്റ്റ് ചെയ്തു എന്നതൊക്കെ സത്യം തന്നെയാണ്. പക്ഷേ പൂർണ്ണ ഉത്തരവാദിത്തം അദാനി പോർട്ട് ആൻഡ് സർവീസസിന് തന്നെയാണ് അതിൻ്റെ ഫുൾ ഉത്തരവാദിത്വവും ഫുൾ അധികാരവും കൊടുത്തിരിക്കുന്നത്. അത് 40 വർഷത്തിനാണ് കൊടുത്തിരിക്കുന്നത്. ഈ സമയത്താണ് അദാനിക്ക് അവരുടെ സെബിയിൽ ലിസ്റ്റഡായ ഈ കമ്പനിക്ക് അവരുടെ മാർക്കറ്റിൽ, ലോക മാർക്കറ്റിൽ തന്നെ വളരെ പേര് കേട്ട് അവരുടെ ഈ പോർട്ട് സംവിധാനത്തിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ സ്വിറ്റ്സർലാൻഡിലെ മെഡിറ്ററേനിയൻ ഷിപ്പിംഗ് കമ്പനി വന്ന് ഇൻവെസ്റ്റ് ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ അത് അദാനിക്കും ഇന്ത്യക്കും കേരളത്തിനും വളരെ അഭിമാനിക്കേണ്ട ഒരു സംഭവമാണ്. പക്ഷേ അതിലുള്ള മറ്റുള്ള അനാവശ്യ ചർച്ചകൾ നടത്തിയിട്ട് കേരളത്തിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ വരുന്നവരെ മുഷിപ്പിക്കുന്ന ഒരു സ്ഥിരം പ്രവണത കേരളത്തിലുണ്ട്. മുതലാളിത്തം അല്ലെങ്കിൽ എന്നൊക്കെ പറഞ്ഞ് മുതലാളിയെ ആക്രമിക്കുക, മുതലാളിയെ തുരുത്തുക, മുതലാളിയെ ഓടിക്കുക, നോക്കുകൂലിയും കൈക്കൂലിയും വാങ്ങി ഇവിടെയുള്ള മുതലാളിമാരെ ഓടിക്കുക എന്ന സിദ്ധാന്തവുമായിട്ട് ഇവിടെ രാഷ്ട്രീയം കളിച്ചാൽ കേരളത്തിന് കിട്ടാൻ പോകുന്ന ലോകത്ത് തന്നെ ശ്രദ്ധിക്കപ്പെടുന്ന ഒരു ഇൻ്റർനാഷണൽ പോർട്ടാണ് നമുക്ക് നഷ്ടമാവുക. ഇത് മനസ്സിലാക്കിക്കൊണ്ടായിരിക്കണം ഇവിടെ രാഷ്ട്രീയം കളിക്കുന്നവർ ഒരു തീരുമാനമെടുക്കേണ്ടത്. ഇവിടെ ഇപ്പോൾ ഈ റിപ്പോർട്ട് ഉണ്ടാക്കി ഈ ചീഫ് സെക്രട്ടറിയും ഫിനാൻസ് സെക്രട്ടറിയും പോർട്ട് സെക്രട്ടറിയും ഒക്കെ കൂടിയിരുന്ന് ആലോചിച്ച് മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിലായിരിക്കണം എന്തായാലും ഫൈനൽ റിപ്പോർട്ട് കേന്ദ്രത്തിലെ ആഭ്യന്തര വകുപ്പിനും ഷിപ്പിംഗ് ഡിപ്പാർട്ട്മെൻറ്റിനൊക്കെ അയച്ചു കൊടുക്കുക. അവിടെ നിന്ന് അത് അപ്രൂവൽ വന്നാൽ ഈ തീരുമാനങ്ങളൊക്കെ ഒരു ലെവലിൽ വരികയുള്ളൂ. പക്ഷേ കേന്ദ്രം ഒരിക്കലും ഈ ഒരു റിപ്പോർട്ടിനെ അല്ലെങ്കിൽ ഈ വിഴിഞ്ഞം പോർട്ടിനെ എതിർക്കാൻ പോകുന്നില്ല എന്ന കാര്യം ഉറപ്പാണ്. കാരണം ഇതേ അദാനിക്ക് തന്നെ ഗുജറാത്തിലെ ഉത്തര പോർട്ടിലും തമിഴ്നാട്ടിലെ എണ്ണൂർ പോർട്ടിലും ഇതേ മെഡിറ്ററേനിയൻ ഷിപ്പിംഗ് കമ്പനിയുമായിട്ട് ഷെയറിൽ കൂടിയിട്ട് തന്നെയാണ് അവിടെ ഓപ്പറേഷനൊക്കെ നടത്തുന്നത്. അതിന് കേന്ദ്രത്തിൻ്റെ സമ്മതം കിട്ടിയതുമാണ്. അപ്പോൾ പിന്നെ കേരളത്തിൽ ഈ മെഡിറ്ററേനിയൻ ഷിപ്പിംഗ് കമ്പനി വരുമ്പോൾ അതിന് കേന്ദ്രത്തിനൊരു എതിർപ്പും ഉണ്ടാവില്ല. ഇത്തരത്തിലുള്ള ഒരു ഇൻ്റർനാഷണൽ ഷിപ്പിംഗ് കമ്പനി ഈ പോർട്ടിൽ വന്ന് ഷെയർ കൂടുമ്പോൾ അത് ആ പോർട്ട് തന്നെ ലോക പ്രശസ്തിയാകുന്നതിനുള്ള വളരെയധികം കൂടിയ ഒരു സാഹചര്യമാണ് ഉണ്ടാകാൻ പോകുന്നത്. പിന്നെ ഒരു കാര്യം നമ്മൾ ചെയ്യേണ്ടത് ലോജിസ്റ്റിക് ഇൻഫ്രാസ്ട്രക്ചർ, പിന്നെ മറ്റുള്ള ഇൻഫ്രാസ്ട്രക്ചറൊക്കെ ഇവിടെ നന്നാക്കിയെടുക്കണം. അതായത് ലോജിസ്റ്റിക് ഇൻഫ്രാസ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ ഈ ഷിപ്പുകൾ വന്ന് സാധനങ്ങൾ ഇറക്കിക്കഴിഞ്ഞ് അത് പെട്ടെന്ന് ഒരു സ്ഥലത്തേക്ക് സ്റ്റോർ ചെയ്ത് വെക്കാനും അവിടെ നിന്ന് അത് എടുത്തു കൊണ്ടുപോകാനും ഒക്കെ ആയിട്ട് ഏക്കറക്കണക്കിന് സ്ഥലങ്ങൾ അതിൻ്റെ 4 പുറവും വേണം. അതൊക്കെ റെഡിയാക്കിയിട്ട് അവിടെ നിന്നും റോഡ് എന്ന ഇൻഫ്രാസ്ട്രക്ചർ അത് വളരെ ഭംഗിയായിട്ട്, അതായത് ഇപ്പോഴുള്ള റോഡൊന്നും പോരാ എന്നതിന് യാതൊരു സംശയവും വേണ്ട. ചൈനയിലൊക്കെ നമ്മൾ കണ്ടിരിക്കും, അങ്ങോട്ടും 12 വരി ഇങ്ങോട്ടും 12 വരി, അത് പോയിട്ടൊരു 6 വരി അങ്ങോട്ടും ഒരു 6 വരി ഇങ്ങോട്ടുമുള്ള വലിയൊരു റോഡ് തിരുവനന്തപുരത്ത് നിന്ന് കാസർഗോഡ് വരെ ഉണ്ടാക്കിയാൽ ഈ പോർട്ട്
കേരളത്തിന് മുഴുവനായിട്ട് ഉപയോഗിക്കാൻ സാധിക്കുകയുള്ളൂ. വലിയ തോതിലൊരു വരുമാന മാർഗം കൂടിയാണ് കേരളത്തിന് വരാൻ പോകുന്നത്. അത് ഇവിടെ മുതലാളിത്തം പറഞ്ഞ് ഇവിടുത്തെ രാഷ്ട്രീയക്കാർ പിത്തന കളിച്ചാൽ അത് നഷ്ടമാകുന്നത് രാഷ്ട്രീയക്കാരനല്ല, ഇവിടുത്തെ വരും തലമുറയ്ക്കാണ്. ഈ പോർട്ട് ഇവിടെ ഫുൾ എസ്റ്റാബ്ലിഷ് ആയിക്കഴിഞ്ഞാൽ ഇവിടെയുള്ള ഭാവി കുഞ്ഞുങ്ങൾക്ക് ജോലിക്കും മറ്റുള്ള എല്ലാതരം സൗകര്യങ്ങളും ഇവിടെ ഉണരും, കേരളം ഉണരും. അത് ഓർത്തുകൊണ്ടായിരിക്കണം നിങ്ങൾ ഈ രാഷ്ട്രീയ അടിപിടി കൂടുന്നത്. ഈ അടിപിടിക്കൊന്നും സാഹചര്യം ഒരുക്കാതെ വളരെ വ്യക്തമായിട്ട് നമ്മുടെ മുഖ്യമന്ത്രി എല്ലാ കാര്യങ്ങളും പറയണം. അല്ലാതെ ദേശാഭിമാനി പത്രമെടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും കുറ്റം പറഞ്ഞ് ഇനി മുഖ്യമന്ത്രിയെ കുറ്റം പറഞ്ഞ് പ്രതിപക്ഷ നേതാവ് വരും. അതല്ല ഇവിടെ വേണ്ടത്. ഒത്തൊരുമിച്ച് ഒന്നിച്ചിരുന്നു കൊണ്ട് കേരളത്തിലേക്ക് വരാൻ പോകുന്ന ഈ വലിയ ഒരു ഇൻ്റർനാഷണൽ ബിസിനസ് അത് ഇവിടെ തന്നെ പൂർണ്ണ തരത്തിലും ഇവിടെ നടപ്പാക്കാനുള്ള എല്ലാ സംവിധാനങ്ങളും ഉണ്ടാക്കാൻ നമ്മുടെ ഭാഗത്തുനിന്ന് ചെയ്യാനുള്ളത് ചെയ്തിരിക്കണം. അതിനാണ് മുഖ്യമന്ത്രി ശ്രമിക്കേണ്ടതും. അത് അത്തരത്തിലുള്ള റിപ്പോർട്ടാണ് കേന്ദ്രത്തിലേക്ക് അയച്ചു കൊടുക്കേണ്ടതും. എല്ലാം ഒത്തുകൂടിയാൽ ഈശ്വര സഹായമുള്ളൊരു സംസ്ഥാനമാണ് കേരളം. അതിവിടെ വന്നിരിക്കുമെന്നതിന് യാതൊരു ഇല്ല. അതിന് യാതൊരു പേടിയും പേടിക്കേണ്ട. ഇവിടുത്തെ ജനങ്ങൾക്ക് അത് കൊണ്ടുള്ള ഗുണം തീർച്ചയായിട്ടും കിട്ടും എന്നതിനും സംശയം വേണ്ട. എന്തായാലും വിഴിഞ്ഞം പോർട്ട് ഒരു 10-20 കൊല്ലം കഴിയുമ്പോൾ ഒരു പൂർണ്ണ സംവിധാനം ലോകം മുഴുവൻ ശ്രദ്ധിക്കുന്ന ഒരു വലിയ പോർട്ടായി അത് സാക്ഷാത്കരിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം.